ഇവനെ ഇത് ഭംഗിയായിട്ടൊന്ന് പഠിപ്പിച്ച് ഇനി ഈ തെറ്റ് പറ്റരുത് അങ്ങനെ ആ ഘട്ടം ആയിരുന്നു എനിക്ക് അന്ന് വിഷമകരമായി തോന്നിയ ഒരു സംരംഭം. ആ സന്ദർഭം കഴിഞ്ഞ് ഞാൻ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ വീണ്ടും സ്റ്റുഡിയോ ജീവിതം മുന്നോട്ട് പോവുകയാണ്. 1991 ഇറാൻ ഇറാഖ് വാർ അതിശക്തമായി നടക്കുകയാണ്. എന്റെ അറബി വന്ന് എന്നോട് പറഞ്ഞു, സാരമില്ല, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, ഈ കട തുറന്നു വയ്ക്കുകയോ കുറച്ച് ദിവസത്തേന് അവധി എടുക്കുകയോ ചെയ്ത് ഇവിടെ തന്നെ അപ്റ്റേക്കിൽ നിന്നാൽ മതി. അപ്പൊ അറബിയല്ലേ പറഞ്ഞു, എനിക്ക് സഹായത്തിനൊന്ന് ഈ വിഷ സ്പ്രേ ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പട്ടിയുടെ മൂവന്തയുടെ കണക്കുള്ള ഒരു ഉപകരണം കൊണ്ട് വന്നിട്ട് കയറ്റി ഇട്ടിരിക്കണം. പക്ഷിയുടെ മുഖം എങ്ങനെയാണെങ്കിൽ നീണ്ടിരിക്കുന്ന അതുപോലൊരു സാധനം, അത് ചൊവ്വയിൽ ഇടാറിടാക്കി കാര്യം ശ്വാസം മുട്ടിച്ചത്തു. എന്തായാലും അത് അഭ്യസിച്ച് ഞാനും അങ്ങനെ ഇരുന്നു. അപ്പോൾ യുദ്ധം കുടുംബിരിക്കുന്നു. ആളുകൾ 4 വശവും പായുകയാണ്. ഇറാഖിൽ നിന്നും മറ്റുമുള്ള ജനങ്ങൾ ധാരാളമായി സ്റ്റുഡിയോയിലേക്ക് വരുന്നു. അപ്പോൾ അവർക്ക് ഐഡന്റിറ്റി കാർഡ് വേണമെങ്കിൽ ഫോട്ടോ അർജന്റായിട്ട് കൊടുക്കണം. ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടു പോയി. സത്യം പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റോ അവിടെ കൊടുക്കാൻ പറ്റുമോ അതും പറ്റത്തില്ല. ഒക്കുന്ന രീതിയിലൊക്കെ കഷ്ടപ്പെട്ട് എടുത്തു. അപ്പോൾ അതിനകത്ത് അന്ന് ഞാൻ നിൽക്കുന്ന സമയത്ത് സ്ത്രീജനങ്ങൾ ഫോട്ടോ എടുക്കാൻ സൗദി അറേബ്യയിൽ ഞാൻ നിൽക്കുന്ന സ്റ്റുഡിയോയിൽ വരാറില്ല. അതവിടുത്തെ റൂൾ അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതൊരു പ്രശ്നമല്ല, എല്ലാവരും വന്ന് കയറുന്ന കൂടുതൽ സ്ത്രീജനങ്ങൾ ധാരാളം. അതോ 7 നമ്മുടെ സ്ത്രീജനങ്ങളുടെ തടി ഒരൊറ്റ സ്ത്രീക്ക് കാണും. ആ ലെവലിൽ അങ്ങോട്ട് കയറി നിന്ന് അവരുടെ സംഭാഷണവും കാര്യവും ഞാൻ ഒറ്റയ്ക്ക് ഇടുന്ന് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ കൊടുക്കണം. അങ്ങനെ അന്ന് കഥകില്ലായിരുന്നു. വലിയ കട്ടിയുള്ളൊരു കത്തലാണ് ഈ ഡാർക്ക് റൂമിന് ഉള്ളത്. ഈ സ്ത്രീജനങ്ങൾ വന്ന് നല്ല കട്ടിയുള്ള കഥകൊന്ന് കരുതിയൊന്ന് ചാരി വിളക്കുന്നു കൂട്ടത്തോടെ പറയണോ, അത് ഡാർക്ക് റൂമിലോട്ട് വീണു. എന്താ എഴുന്നേൽപ്പിക്കാനോ അല്ലെങ്കിൽ എഴുന്നേക്കാനോ നമുക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പറ്റുമോ? ഇവര് തന്നെ കിടന്ന് പാടുവിട്ട് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് ജയിച്ചതാ എന്തൊക്കെയോ അവരവരുടെ ഭാഷയിൽ പറഞ്ഞു. അങ്ങനെ വീണ്ടും യുദ്ധത്തിന് സമരമില്ല. അപ്പോൾ ഞാൻ കരുതി എന്റെ ജ്യേഷ്ഠൻ റിയാദില് ഒരു കമ്പനിയിൽ ജോലിയാണ്. അപ്പൊ അവിടെ എന്റെ ബന്ധുക്കളെല്ലാം കൂടിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വെച്ചു പിടിച്ചു. അവിടെ ചെന്നു ഒരു ദിവസം കുറച്ച് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി റൂമിലോട്ട് പോയി. ഒരു ഹാഫ് ആൻ അവർ, 1/2 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ